പിണറായി വിജയയുടെ സ്വന്തം അധികാരികളുടെയും ദുഷ്പ്രവർത്തികൾ എന്ന് തീരും എന്നറിയാത്ത ഒരവസ്ഥയിലാണ് മലയാളികൾ. കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം മഞ്ചേരിയിൽ വീണ ജോർജ് മെഡിക്കൽ കോളേജിൽ എത്തിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിരവധി ഉദ്ഘാടന പരിപാടികൾക്കായി എത്തിയ വീണ ജോർജിനോട് അവിടെയുള്ള ജീവനക്കാർ പ്രതിഷേധിച്ചു. ഞങ്ങളുടെ ശമ്പളം എവിടെ എന്ന് ചോദിച്ചായിരുന്നു ആ സർക്കാർ ജീവനക്കാരുടെ തന്നെ ഒരു മാർച്ച് പോലെ ഉണ്ടായത്. പക്ഷേ അതിനെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിനോട് പ്രതിഷേധിച്ച എല്ലാ സർക്കാർ ജീവനക്കാർക്കുമെതിരെ മന്ത്രി വീണ ജോർജിന്റെ അല്ലെങ്കിൽ നമ്മുടെ പിണറായി സർക്കാരിന്റെ സ്വന്തം പോലീസ് കേസെടുക്കുകയാണ് ചെയ്തത്. ഈ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ദാർഷ്ട്യങ്ങൾ എവിടെ ചെന്നും അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് PC ജോർജ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രി ജീവനക്കാര് ശമ്പളം ചോദിച്ചതിന്റെ പേരിൽ കേസ് എടുക്കുകയാണ് ചെയ്തത് ജീവനക്കാർക്ക് നേരെ. ഇപ്പോൾ നമ്മുടെ നേരത്തെ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉള്ളതുപോലുള്ള കാര്യങ്ങളല്ല ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ ജോർജ് അതായത് ആരോഗ്യവകുപ്പ് ഒന്നും പറയുന്നത് എന്ന് വെച്ചാൽ ഞാന് ഈ കാളിയാവ് കുടുംബത്തിൽപ്പെട്ട ഈ വ്യക്തിയുടെ സ്ത്രീ എനിക്ക് നാണമുണ്ട് എന്റെ കുടുംബത്തിൽപ്പെട്ടതെന്ന് പറയാൻ. ഇവളൊരു മനുഷ്യ സ്ത്രീയാണോ എനിക്കറിയില്ല. അവൾ തിരുവനന്തപുരത്ത് എന്താ മനുഷ്യ സ്ത്രീയാണോ ഇവര്? വട്ട് പിടിച്ച് കിടക്കാതെ പിണറായി എല്ലാ ഊളത്തരത്തിനും കൂട്ടുനിന്ന് കൊടുക്കുക. പിണറായി വിജയന്റെ ഈ അഴിമതിക്കെല്ലാം കൂട്ടുനിൽക്കുന്ന ഈ സ്ത്രീയാണെന്നാണ് കേട്ടത്. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ആ ടീച്ചർ എത്രയോ മാന്യതയുള്ളൊരു മന്ത്രിയായിരുന്നു. അവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനം പറഞ്ഞു തുടങ്ങിയതുകൊണ്ടും പിണറായി വിജയൻ അരിശം വന്നിട്ട് അവരെ നാട് കടത്തിയിട്ടാണ് ഈ സിനിമാക്കാരിയെ ചാനലുകാരിയെ പിടിച്ച് പത്തനംതിട്ട നിർത്തി ജയിപ്പിച്ച് കൂട്ടത്തിൽ കൊണ്ടുനടക്കുന്നത്. എപ്പോഴും കൂട്ടത്തിലുണ്ട് ടിവിയിലൊക്കെ കൊണ്ടുനടക്കട്ടെ. ഏതായാലും ആ സ്ത്രീയുടെ പോക്ക് വളരെ അപകടകരമാണ്. സ്ത്രീ വർഗത്തിന് തന്നെ അപമാനമാണ് അവർ എന്ന് കരുതി എനിക്ക് യാതൊരു സംശയമില്ല. ഇവരോട് പരാതി പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുക. അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. മന്ത്രിമാർക്ക് അധികാരമുണ്ടെന്ന് വെച്ച് സസ്പെൻഡ് ചെയ്താൽ ഈ രാജ്യം നീതിന്യായ വ്യവസ്ഥയില് ഭരണഘടന അനുസരിച്ച് കോടതി ഉണ്ട്. ബഹുമാനപ്പെട്ട കോടതി നടപടി വരും. അല്ലാതെ സൗകര്യം പോലെ ഒന്നും മന്ത്രിമാർക്ക് സൗകര്യമുള്ള ചെയ്യാൻ പറ്റിയല്ല. എന്നെ പിടിച്ചോണ്ട് പോയതല്ലേ പിണറായി. 4 പ്രാവശ്യം ഇവിടുന്ന് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയി. എന്നെ പറ്റി ചെല്ലുന്നതിന് ഇപ്പം വയസ്സേട്ടന്മാരെ ജയിലിൽ പോകാൻ എന്നോട് ജാമ്യം കിട്ടി. ഞാൻ വീട്ടിൽ പിണറായി ഇവിടെ 10-100 പോലീസുകാർ വണ്ടി ഓടിച്ചത് അവരുടെ കഷ്ടകാലം നഷ്ടം. എനിക്കും നഷ്ടം, സർക്കാരിന് നഷ്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കാശിൽ പോകുന്നത്. ഞാൻ അവിടുത്തെ ആ കാശ് തിരുവനന്തപുരം സിറ്റി കമ്മീഷനോട് നിങ്ങൾക്ക് വട്ടുണ്ടോ എന്ന് ചോദിച്ചേ. നിങ്ങള് എന്നെ ഫോണിൽ വിളിച്ചാൽ ഞാൻ എന്റെ ചെലവിൽ ഇങ്ങോട്ട് വന്നോടാം. നിങ്ങളെല്ലാം കൂടെ എന്തിനാ അവിടെ വണ്ടി കൊണ്ട് വരും? 10-100 പോലീസുകാർ തിരുവനന്തപുരത്ത് 5-8 ബസ്സും ജീപ്പും ഒക്കെ ആയിട്ട് വരിക ഇവിടം വരെ. എന്നിട്ട് എന്നെ പിടിച്ച് ഞാൻ അവരെ കണ്ടേ പോയി ജോലിയില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്റെ കാറിലാ പോയി. എന്റെ കാറിന് മുന്നിലും പുറകിലായിട്ട് ഇവര് പോരുക. ഈ മുഖ്യമന്ത്രി പോകുമ്പോൾ 10-40 വണ്ടിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്നെയും കൊണ്ടുപോകും. അതുപോലെ മുഖ്യമന്ത്രി എന്നെ കൊണ്ടുവന്ന് സന്തോഷം കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു. എന്തൊരു അപമാനകരമെന്ന് ആലോചിച്ച് ഈ നാട് എവിടെ പോയി നശിച്ചുള്ള ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്. ആരോട് പറയാനാ? മനുഷ്യന് വിവരമില്ലാതെ എന്ത് ചെയ്യും നമ്മള്? സാർ ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിന്റെ ഒരു മന്ത്രിമാരെടുത്തും ഒന്നും ചോദിക്കാനും പറയാനും പറ്റാത്ത ഒരവസ്ഥയിൽ ജീവനക്കാർ മാറി. സർക്കാർ ജീവനക്കാർക്ക് പോലും വേണ്ട ഒന്നും തന്നെ ഇപ്പൊ നടപ്പിലാക്കുന്നില്ല. അതിന്റെ ഒരു തെളിവ് തന്നെയല്ലേ ഇപ്പോ ഈ സംഭവിച്ചത്? എന്റെ ഈ നമ്മുടെ തൊഴിലുറപ്പുകാരില്ലേ, ആ പാവങ്ങളുടെ കാര്യം ആലോചിച്ചു. തൊഴിൽ ഇരിപ്പം നമ്മൾ കളിയാക്കി. പക്ഷെ തൊഴിൽ ഇരിക്കുക നല്ലത്. ഉറപ്പ് പണമില്ല. ആശാ വർക്കർമാരുടെ കാശില്ല. ആർക്ക് ശമ്പളം ഇല്ല. കുടിശ്ശിക എങ്ങനെ മുന്നോട്ട് പോകും മനുഷ്യൻ? ഇതിപ്പോ ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ ഒരു 6 മാസത്തിനകം റേഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. പട്ടിണി കിടന്ന് കേരളം നശിക്കാൻ പോകും. പട്ടിണിയിലേക്ക് പോകണം കേരളം. യാതൊരു സംശയവും വേണ്ട. അവർ സസ്പെൻഡ് ചെയ്യാൻ അല്ലാതെ തന്നെ മഴയും ചത്തോളും. ഏതാണ്ട് പിന്നെ വേറെ കാര്യം, ജനം ചെയ്യാനല്ലേ 2ാമത് തെരഞ്ഞെടുപ്പ് വിട്ടത്. അപ്പൊ അനുഭവിക്കണം. ഒന്നുകൂടെ പിണറായി വിജയൻ ജയിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അതോടുകൂടി തീർന്നു പോകും കേരളം. അതുകൂടെ കാണാൻ അവസരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ലക്ഷണം കണ്ടിട്ട് പറയട്ടെ, കാണാം. PC ജോർജ് പറഞ്ഞതുപോലെ തന്നെ ടീച്ചറെ താഴെ തട്ടിലേക്ക് ഇറക്കിവിട്ട് പിണറായി വിജയന് ഒത്താശ ചെയ്യുകയാണ് മന്ത്രി വീണ ജോർജ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് ശരിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഓരോ ദിവസം വരുന്നത്. പല പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. കേന്ദ്രത്തിന്റെ പല പദ്ധതികളും നടപ്പാക്കാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ പോലും മന്ത്രി വീണ ജോർജ് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പുമായി ആരും തന്നെ സംസാരിച്ചിട്ടില്ല. ആ സമയത്താണ് ശമ്പളം ലഭിക്കാത്തതിനെ കുറിച്ച് ചോദിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് മുന്നിൽ പ്രതിഷേധിച്ച ജീവനക്കാർക്കെതിരെ കേസെടുത്തത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് താൽക്കാലിക ജീവനക്കാർ പ്രതിഷേധിച്ചത്. 2 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. ഇതാദ്യമായല്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്ത കാര്യങ്ങൾ ചർച്ചയാകുന്നത്. പലപ്പോഴും ഇത് ചർച്ചാ വിഷയം തന്നെയാണ്. പല സർക്കാർ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കാത്തതിന്റെ പേരിൽ സംഘർഷം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. വീണ ജോർജിനെ നേരിൽ കണ്ടപ്പോഴാണ് ഇവർ പ്രതിഷേധിച്ച് ഇക്കാര്യങ്ങൾ സംസാരിച്ചത്. അതിന്റെ പേരിലാണ് ഇവർക്കെതിരെ കേസെടുക്കുന്നത്. സംഘം ചേർന്ന് ബഹളം വെച്ചെന്നും സംഘർഷ സാധ്യതയുണ്ടാക്കിയെന്നും ആരോപിച്ചാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനിൽ രാജിന്റെ പരാതിയിലാണ് കണ്ടാലറിയാവുന്ന ഒരു കൂട്ടം കരാർ ജീവനക്കാർക്കെതിരെ മഞ്ചേരി പോലീസ് കേസെടുത്തത്. HDCക്ക് കീഴിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, എക്സ്റേ ടെക്നീഷ്യന്മാർ, ശുചീകരണ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരാണ് മന്ത്രിയോട് 2 മാസമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന പരാതി പറഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മന്ത്രി നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗിയെ സന്ദർശിക്കാൻ പോയിരുന്നു. ഇതിനിടെ തങ്ങൾ ചെയ്ത ജോലിക്കുള്ള കൂലി 2 മാസമായി ലഭിച്ചില്ലെന്ന പരാതിയുമായി ജീവനക്കാർ മന്ത്രിക്ക് മുൻപിലെത്തി. ഇതുവഴി തടസ്സപ്പെടുത്തുന്ന രീതിയായി മാറി എന്ന് പറഞ്ഞാണ് മന്ത്രിയെ അനുഗമിച്ച് പാർട്ടി പ്രവർത്തകരും ജീവനക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതോടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു.